നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ ശ്രദ്ധേയമായ പല പോരാട്ടങ്ങളും വരുന്നുണ്ട്. അതിലൊരു പോരാട്ടമാണ് കിലിയൻ എംബാപ്പെ വേഴ്സസ് നെയ്മർ ജൂനിയർ. റയൽ മാഡ്രിഡ് വേഴ്സസ് അൽ ഹിലാൽ പോരാട്ടം. നമുക്കറിയാം, ഈ രണ്ട് താരങ്ങൾ കുറച്ചധികം കാലം ഒരുമിച്ച് PSG ഉണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും ഓൺ ആൻഡ് ഓഫ് എന്ന രൂപത്തിലുള്ളൊരു ബന്ധമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. ചിലപ്പോൾ വളരെ വലിയ സുഹൃത്തുക്കളെ പോലെ കാണാം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കാണാം. പക്ഷേ ഏറ്റവും ഒടുവിൽ നെയ്മർ ജൂനിയർ PSG വിട്ട് പോകാനുള്ള കാരണം തന്നെ കിലിയൻ എംബാപ്പയാണെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. നെയ്മറും അത്തരത്തിലുള്ള ചില സൂചനകൾ തരികയും ചെയ്തു PSG വിട്ടതിന് ശേഷം. ഏതായാലും അവർ തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടുമ്പോൾ തീ പറക്കുന്നൊരു പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഇൻഡിവിജ്വൽ ലെവലിൽ നെയ്മർ ജൂനിയർക്ക് പരിക്കുകളൊന്നുമില്ലെങ്കിൽ ലോകത്തെ ഏത് വമ്പൻ ടീമിനെതിരെയും മിന്നും പ്രകടനം കാഴ്ചവെക്കാനുള്ള കരുത്തും പ്രതിഭയും അദ്ദേഹത്തിനുണ്ട്. ബട്ട് ഇപ്പോൾ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. അതുള്ളത് കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല നെയ്മറുടെ കാര്യം. ഇനിയിപ്പോൾ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ അൽ ഹിലാൽ ഒഴിവാക്കിയേക്കും എന്ന തരത്തിൽ വാർത്തകൾ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നു. കുലിബലിയെ ഒഴിവാക്കി നെയ്മർ അൽ ഹിലാൽ നിലനിർത്തുമെന്ന് കേൾക്കുന്നു. അതൊക്കെ ഇനിയും ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ വരേണ്ടതുണ്ട്. എന്തായാലും അദ്ദേഹം അവിടെ തുടർന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അടുത്ത ജൂൺ മാസം വരെ എന്തായാലും അദ്ദേഹത്തിന് അവിടെ കോൺട്രാക്റ്റ് ഉള്ള സ്ഥിതിക്ക് അൽ ഹിലാലിന് വേണ്ടി ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ നെയ്മർ ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ രണ്ട് താരങ്ങൾ, ഒരു കാലത്ത് സഹതാരങ്ങളായിരുന്നവർ, പിന്നീട് പലതരത്തിലുള്ള വാർത്തകൾ അവർ തമ്മിലുള്ള വൈര്യത്തിൻ്റെതായിട്ട് പുറത്തു വന്നവർ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച കാണാം. പക്ഷെ അപ്പോഴും അഡ്വാൻറ്റേജ് കിലിയൻ എംബാപ്പയ്ക്ക് തന്നെയാണ്. ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബുകളുടെ ഗണത്തിൽപ്പെടുന്ന റയൽ മാഡ്രിഡിൻ്റെ നിരയിലാണ് അദ്ദേഹം അവിടെ കളിക്കാൻ വരുന്നത്. നെയ്മർ ജൂനിയർ ആവട്ടെ അൽ ഹിലാലിലാണ്. അൽ ഹിലാൽ അത്ര മോശക്കാരൊന്നുമല്ല. എങ്കിലും റയലിനോട് മുട്ടുമ്പോൾ എന്താകുമോ എന്തോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എംബാപ്പയും അത്ര നല്ല രൂപത്തിലല്ല നിലവിൽ റയൽ മാഡ്രിഡിൽ ഉള്ളത് എന്നത്. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ഒക്കെ നഷ്ടമാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഏതായാലും ഉള്ളത്. പക്ഷെ വരുന്ന ജൂൺ ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് ആ കോൺഫിഡൻസ് തിരികെ പിടിക്കാൻ കഴിഞ്ഞാൽ മികച്ചൊരു പോരാട്ടം നമുക്ക് കാണാൻ പറ്റും. ഈ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത, ഗ്രൂപ്പ് എച്ചിൽ റയൽ മാഡ്രിഡിന് എന്തായാലും അടുത്ത റൗണ്ടിൽ കടക്കാൻ പറ്റുമെന്ന രൂപത്തിൽ തന്നെയാണുള്ളത്. ഗ്രൂപ്പ് എച്ചിൽ റയൽ മാഡ്രിഡിനെയും അൽ ഹിലാലിനെയും കൂടാതെ മെക്സിക്കോയുടെ CF പച്ചൂക്കയാണുള്ളത്. ഒപ്പം ഓസ്ട്രിയയുടെ റെഡ് ബുൾ സാൽസ്ബർഗും. അപ്പോൾ ഈ ടീമുകളാണ് FC സാൽസ്ബർഗ്, CF പച്ചൂക്ക, അൽ ഹിലാൽ, റയൽ മാഡ്രിഡ്. ഈ ടീമുകളാണുള്ളത്. തീർച്ചയായിട്ടും റയൽ മാഡ്രിഡ് അടുത്ത റൗണ്ടിലേക്ക് പോകും. അൽ ഹിലാലിനും സാധ്യതയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് ഈ കിലിയൻ എംബാപ്പെ വേഴ്സസ് നെയ്മർ ജൂനിയർ മത്സരത്തെ പോലെ തന്നെ മറ്റൊരു മത്സരം കൂടി കാണാനുള്ള സാധ്യത അവിടെയുണ്ട്. വിനി ജൂനിയർ വേഴ്സസ് നെയ്മർ ജൂനിയർ. നെയ്മർ ജൂനിയറുടെ അഭാവത്തിൽ ബ്രസീലിയൻ ടീമിനെ തോളിലേറ്റി കൊണ്ടുപോകേണ്ടവരായിരുന്നു വിനി. പക്ഷെ വിനിക്ക് അതിന് കഴിയാതെ പോകുന്നത് പലപ്പോഴും നമ്മൾ കണ്ടു. ഇവിടെ വൈരത്തിൻ്റെ കഥയൊന്നുമില്ല. പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ട് സഹതാരങ്ങളാണ് വിനിയും നെയ്മറും. വിനി ജൂനിയർക്ക് ബാലൻഡിയോറിൻ്റെ സമയത്തൊക്കെ നെയ്മർ ജൂനിയർ കൊടുത്ത സപ്പോർട്ട് നമ്മൾ വളരെയധികം കണ്ടതാണ്. സോ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ കൂടി നമുക്കിവിടെ കാണാൻ കഴിയും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.